ദേവ്യൈ നമഃ ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 16 ഭാഗം ഇപ്പം നമ്മൾ പാരായണം ചെയ്തു. ഇനി 17ാമത്തെ ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. 2ാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം മുതൽ പാരായണം ചെയ്യണു. പാഞ്ചാലി സ്വയംവരം, സുഭദ്രാഹരണം, അഭിമന്യു ജനനം, പരീക്ഷിത്ത് ജനനം, പാണ്ഡവ മുക്തി, ഇങ്ങനെയുള്ള അധ്യായങ്ങളിലൂടെ ക്രമേണ കയറി പോവുകയാണ്. പിന്നെ പരീക്ഷത്തിന് ശാപം, മൃത്യു, അതുപോലെ സർപ്പസത്രം, ഇങ്ങനെ ക്രമേണയായിട്ട് കയറി പോവുകയാണ്. ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 2ാം സ്കന്ധം 7ാം അധ്യായം. സൂതൻ. ഓം പാണ്ഡവന്മാർ 5 പേർക്കും സതി പാഞ്ചാലി പത്നിയായി അവൾക്കവരിൽ നിന്നുണ്ടായി യോഗ്യരാം 5 മക്കളും. കൃഷ്ണന്റെ സമ്മതത്തോടെ ഭദ്രയായ സുഭദ്രയെ കൃഷ്ണ സോദരിയെ പാർത്ഥൻ കട്ടൂതൻ ഭാര്യയാക്കിനാൻ. അവൾക്കുണ്ടായൊരാ വീരൻ അഭിമന്യുവും അവ്വിധം ദ്രൗപദി പുത്രരും പോരിൽ ഹതന്മാരായി ഭവിച്ചുപോൽ. ഹതപുത്രർ തൻ്റെ പത്നി പാർത്ഥപുത്രർ തൻ്റെ പത്നി വിരാടസുത സുന്ദരി. കുലാന്തത്തിൽ പെറ്റ ബാലൻ ഹതനായി ബാണവന്യയാൽ അശ്വത്ഥാമാവിൻ്റെ ബാണത്തീയിൽ വെന്തൊരു കുഞ്ഞിനെ അത്ഭുതം സ്വപ്രതാപത്താൽ ജീവിപ്പിച്ചാൻ സ്വയം ഹരി. വംശം പരീക്ഷണമാകുമ്പോഴുണ്ടായ സുതനാകയാൽ മഹാൻ ഖ്യാതനായി പാരിൽ പരീക്ഷിത്തെന്ന പേരിനാൽ. ശ്രീ മഹാദേവ്യൈ നമ. പുത്രന്മാർ മുഴുവൻ ചത്തു. ധാർത്തരാഷ്ട്രൻ സുദുഃഖിതൻ വാണാൻ പാണ്ഡവരാജ്യത്തിൽ. ഭീമവാഗ്ബാണ പീഡിതൻ പുത്രശോകാത്തനായി വാണാൽ ഗാന്ധാരിയും അതേവിധം. സേവിച്ചു 2 പേരെയും അഹോരാത്രം യുധിഷ്ഠിരാജ്ഞയാൽ. ധർമാത്മാവാം വിതുരൻ സന്തതം അടുത്തിരുന്ന് ഉൾക്കണ്ണാളും ഭ്രാതാവിന്നേകി ബോധവും. മക്കൾ ചത്തേറിടും ദുഃഖം വിസ്മരിപ്പിച്ചിടും വിധം ധർമാത്മാവാം ധർമ്മജനും ശുശ്രൂഷിച്ചാൻ പിതാവിനെ. അതികോപത്തോടും ഭീമൻ നാട്ടുകാർ കേട്ടു നിൽക്കവേ പ്രഹരിച്ചാൻ. വാക്ഷരത്താൽ ആ വൃദ്ധൻ കേട്ടിടും വിധം ഹനിച്ചു ഞാൻ പോരിൽ അന്ധനാമി ദുഷ്ടന്റെ മക്കളെ. ദുശാസനന്റെ ചെഞ്ചോര വേണ്ടുവോളം കുടിച്ചു ഞാൻ. നാണമില്ലാതെ ഞാനേകും അന്നം അന്ധൻ ഭുജിക്കയാം. കാക്കയെ പോൽ പട്ടിയെ പോൽ പാഴേ ജീവിക്കയാണിവൻ. ഈ മറ്റൊരു രൂക്ഷവാക്യങ്ങൾ കേൾപ്പിക്കുന്നു ദിനം പ്രതി. മണ്ടനാണ് അവനെന്നോതി ആശ്വസിപ്പിച്ചു ധർമ്മജൻ. ദുഃഖിച്ചു വാണു 18ാണ്ടേവം. ധൃതരാഷ്ട്രം ചോദിച്ചു സമ്മതം കാടുപോകാൻ ധർമ്മജനോടവൻ. അർത്ഥിച്ചാൻ ഏകദാ ധർമ്മജന്മാവോടേവമാ നൃപൻ ചെയ്വൻ ഞാൻ എൻ്റെ മക്കൾക്ക് വിധി പോൽ ഔർധ്വദൈഹികം. ഇപ്പോൾ ഇവിടെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് 18 വർഷം പാണ്ഡവരുടെ കൂടെ ഈ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും താമസിച്ചു എന്നാണ്. അപ്പോൾ ഒക്കെ ഭീമനാണ് ആഹാരം കൊടുത്തിരുന്നത്. ഈ പാചകക്കാരൻ ഭീമനാ. അപ്പോൾ നിൻ്റെ 100 മക്കളെ ഞാൻ തന്നെയാണ് കൊന്നത്. ദുശാസനെ കൊന്നിട്ട് ചോര ധാരാളം ഞാൻ കുടിച്ചു എന്നൊക്കെ എന്നെ പറയുകയും ചെയ്യുന്നിട്ട് ചോറിങ്ങനെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വിതുരനീതിയിൽ പറയുന്നുണ്ട്. ആ ചോറിങ്ങനെ ഉരുട്ടി തരുമ്പോൾ മക്കളുടെ ചോര, അതിൻ്റെ ഒരു മണം ആ ഉരുളക്കില്ലേ. ഭീമൻ്റെ കയ്യ് ആ ചോറ് ഉരുട്ടുമ്പോൾ ഭീമൻ്റെ കൈ കൊണ്ടാണ് ഉരുട്ടുന്നത്. അതിന് ഉണ്ണുമ്പോൾ മക്കളുടെ ചോരയുടെ മണല്ലേ, നീ മതിയാക്കിക്കൂടെ ജീവിതം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് സാരല്ല എന്ന് യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഭീമന് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ ആ രീതിയിൽ പറയണം എന്നാണ്. ഏതായാലും അതിൻ്റെ ആ ഒരു ഭാഷ വളരെ ഗംഭീരമാണ്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? ശ്രീ മഹാദേവി നമ. അപ്പോൾ അവർക്ക് തോന്നിയിത്രേ ഇനി ഈ ചില കർമ്മങ്ങൾ പൂർത്തീകരിക്കുക, അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ നമ്മളൊരു തിരുനെല്ലി പോയിട്ട് വലിയിടുക അങ്ങനെയൊക്കെ പതിവുണ്ടല്ലോ. എന്ന കൂട്ടത്തിൽ ഒരു 18 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇനി സമർപ്പണം ചെയ്തിട്ട് ഞാനും മുക്തി നേടുകയാണ്. വേറെ ആരും പിണ്ടം വയ്ക്കാനൊന്നും ഇല്ലല്ലോ. അവർക്ക് മക്കളും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ മരിച്ചുപോയി. ദുര്യോധനാദികളുടെ മക്കളും ഒക്കെ മരിച്ചുപോയി, ആരുമില്ല ഇനി. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാനത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ മറ്റേ പോവുകയാണ്, അതിനുള്ള ധനം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ തരില്ല എന്ന് പറഞ്ഞു കേട്ടോ ഭീമൻ. പക്ഷേ അത് യുധിഷ്ഠിരൻ കൊടുത്തു, എന്നിട്ട് ചെയ്യിച്ചു എന്നാണ്. ഭീമൻ മറ്റുള്ളവർക്കെല്ലാം നിർവാപമെങ്കിലും പൂർവ്വവൈരത്തെയോർത്തെൻ്റെ മക്കൾക്ക് ഏകിയതില്ലതും. ദ്രവ്യം നീ തരുമെന്നാൽ ഞാൻ ചെയ്വനിന്ന ഊർധ്വദൈഹികം. പിന്നെ കാട്ടുക ഗമിപ്പൻ ഞാൻ സ്വർഗമേകും തപസ്സിലായി.
രഹസ്യമായി വിതുരർ ചെന്നോതി ആ ധർമ്മനന്ദനൻ വീണ്ടും ധനം പിതാവിന് തീരുമാനിച്ചു നൽകുവാൻ. യുധിഷ്ഠിരൻ വിളിച്ചോതി തൻ കൂട്ടക്കാരോടൊക്കെയും, മാന്യരെ, പുത്രപിണ്ഡാർത്ഥം പിതാവിനേകുവൻ ധനം. അപാര തേജസാം ജ്യേഷ്ഠൻ ചുരുക്കി ചൊന്ന വാക്കുകൾ കേട്ട് കോപിച്ചുടൻ ഭീമബാഹുവാം ഭീമനോദിനാൻ, ദുര്യോധനഹിതത്തിനായി മഹാത്മൻ ധനമേകയോ സുഖിപ്പൂ ദുഷ്ടൻ ഈ അന്ധൻ മൗർഖ്യമെന്തോന്നിതിൽ പരം. അങ്ങേ ദുർമന്ത്രിതത്താൽ താൻ കാട്ടിൽ നാം ദുഃഖമാർന്നതും സഭാതലത്തിൽ ദുഷ്ടൻ പാഞ്ചാലിയെ ഇഴച്ചതും നിന്നിഷ്ടമൊന്നോർത്തുവാണു വിരാട ഭവനത്തിലും മത്സ്യന്റെ ഭൃത്യന്മാരായും വാണാരി വീരരായ നാം. ജരാസന്ധന്റെ ഹന്താവാ മാത്സ്യൻ തൻ വെപ്പുകാരനായി ജ്യേഷ്ഠൻ ചൂതാടിയില്ലെങ്കിൽ വരുമോ നാശമീ വിധം. ഇന്ദ്രപുത്രൻ മഹാബാഹു പെണ്ണിൻ വേഷം ചമഞ്ഞഹോ ബാലൻ തൻ നർത്തകീയം ബൃഹന്നളയുമാകുമോ. ഗാണ്ഡീവം മിന്നിടും കയ്യിൽ വളയല്ലി അണിഞ്ഞതും ആണായി പിറന്നിട്ടുമെന്തേ ദുഃഖമൊന്നിതിൽ മീതയായി. പാർത്ഥന്റെ ആ കൺമഷിയും കൂന്തലും കണ്ടൊരാൾക്കഹോ ഈ ദുഷ്ടനെ തുണ്ടായി മുറിച്ചാലേ വരൂ സുഖം. അങ്ങയോടുരിയാടാതെ വെച്ചു തീ ഗൃഹത്തിൽ ഞാൻ, തീ വയ്ക്കാൻ വന്നൊരാ പാപി വെന്തു ചത്തു പുരോചനൻ. ചോദിച്ചിടാതെ താൻ കൊന്നേൻ കീചകാദ്യരെയൊക്കെയും, ധാർത്തരാഷ്ട്ര കുലച്ഛേദം ചെയ്തില്ല അപ്പടി അന്നു ഞാൻ. സുയോധനാദി ശത്രുക്കൾ പണ്ട് കെട്ടിൽ കിടക്കവേ ഗന്ധർവരോടേറ്റു മോചിപ്പിച്ചതും നിന്റെ സാധുത. ദുര്യോധനഹിതത്തിൽ നിന്നേകാൻ ഇച്ഛിപ്പു നീ ധനം, കൊടുക്കാൻ ഞാൻ എത്ര തന്നെ അങ്ങെന്നോടുര ചെയ്യിലും. പാണ്ഡവരോട് ചെയ്ത ദ്രോഹങ്ങളെ മുഴുവൻ ഭീമൻ പറഞ്ഞു. എന്നിട്ടും പാണ്ഡവര് ദുര്യോധനാദികളെ സഹായിച്ചതും മുഴുവൻ പറഞ്ഞു. ഭീമൻ പറഞ്ഞു, ഞാൻ ഈ ദുര്യോധനാദികളുടെ മുക്തിക്ക് വേണ്ടിയിട്ട് ഔർധ്വദൈഹിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട ധനം ഈ ധൃതരാഷ്ട്രർക്ക് കൊടുക്കില്ല. പക്ഷെ അതിനൊരു നിയമപ്രശ്നമുണ്ട്. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ ബന്ധുക്കളോ അല്ലെങ്കിൽ അതൊന്നും സാരമില്ല, പിന്നെ അവരെല്ലാവരും ജീവാത്മാക്കളായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് മരിച്ചാൽ പിന്നെ ഈ ശത്രുത ഇല്ല. പിന്നെ മാത്രമല്ല അവർക്ക് മുക്തി കൊടുത്തില്ല വെച്ചാൽ കുലത്തിന് നാശമാണ്. ഒരേ കുലം തന്നെയാണ്. പാണ്ഡവകുലവും ഈ ദുര്യോധനാദികളും ഒരേ കുരുവംശം. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇപ്പോൾ ധർമ്മരാജാവിന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. എന്നിട്ട് ധനം കൊടുത്തു, ചെയ്യിച്ചു. എന്ന് പോയാൻ വായുപുത്രൻ മറ്റ് മൂവരുമൊത്തുടൻ വേണ്ടുവോളം ധനം നൽകി ധൃതരാഷ്ട്രർക്കു ധർമ്മജൻ. ഊർധ്വദൈഹിക കർമ്മങ്ങൾ ചെയ്യിച്ചു വിധിപൂർവകം ദാനങ്ങൾ ചെയ്തു വിപ്രന്മാർ കമ്പികാസുതനം നൃപൻ. ശ്രാദ്ധാദിയെല്ലാം ഗാന്ധാരി സഹിതം നിർവഹിച്ചവൻ പുറപ്പെട്ടാൻ കാട്ടിലേക്ക് കുന്തി വിതുരരൊത്തുടൻ. കാടേറിനാൻ സഞ്ജയോപദേശത്താലാം മഹീപതി. മക്കളെത്ര തടഞ്ഞിട്ടും കൂടെ ചെന്നിതു കുന്തിയും. കരഞ്ഞുപോയി മാരുതിയും പാണ്ഡവാദികളൊക്കെയും ഗംഗാതീരത്തിലോളം ചെന്നേവരും പിന്തിരിഞ്ഞുപോയി. ഗംഗയാറിൻ കരയ്ക്കുള്ള ശതയൂപാശ്രമാന്തികം തപം ചെയ്താർ പുൽക്കുടിൽ തീർത്തന്ധഭൂപാദ്യരും തഥാ. ആറാണ്ടേവം തപസ്സിങ്കലവർ കാലം നയിക്കവേ വിളിച്ചനുജരോടോതി വിരഹാർത്തൻ യുധിഷ്ഠിരൻ. കണ്ടൻ സ്വപ്നത്തിൽ ഞാൻ കാട്ടിൽ പാരം ക്ഷീണിച്ച കുന്തിയെ. ഇച്ഛിപ്പൂ കാൺമാൻ അവളെ പിതാക്കളെയും അവിധം. സഞ്ജയൻ വിതുരൻ തൊട്ട മഹാന്മാരെയും ഇന്നു ഞാൻ. നിങ്ങൾക്കും ഹിതമാണെങ്കിൽ പോകാമങ്ങെന്നതെൻ മതി. പിന്നെ പാണ്ഡവരെല്ലാരും ദ്രുപദാത്മജയും തഥാ സുഭദ്ര വൈരാടി തൊട്ടുള്ളവരും നാട്ടാരശേഷവും ഒത്തുചേർന്നാശു കാണാനുള്ള ഔത്സുക്യം കൊണ്ടിറങ്ങിനാർ. ശതയൂപാശ്രമത്തിൽ ചെന്നാശു കണ്ടു വണങ്ങിനാർ. ചോദിച്ചു വിതുരൻ തന്നെ കാണഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ. എങ്ങുപോയി വിതുരൻ ധീമാനോദിനാൻ അംബികാസുതൻ. വിരക്തനായി ചരിക്കുന്നിതാശാപാശങ്ങളറ്റവൻ. എങ്ങോ തനിച്ചാ വിതുരൻ ബ്രഹ്മധ്യാനത്തിൽ വാഴുകയാം. രണ്ടാം നാളിൽ ഗംഗയിൽ പോയളവിൽ കാട്ടിലാനൃപൻ. കണ്ടാൻ വിതുരരെ തീവ്ര തപസ്സാൽ ക്ഷീണഗാത്രനായി. കൂപ്പുന്നേൻ ഞാൻ എന്നു കണ്ട മാത്രയിൽ ചൊന്നു ധർമ്മജൻ. കേട്ടുനിന്നാൻ അനങ്ങാതെ തൂണുപോൽ വിതുരൻ തഥാ. വിതുരാസ്യത്തിൽ നിന്നേതോ ദിവ്യ തേജസ് ഉയർന്നുടൻ ലയിച്ചു ധർമ്മജാസ്യത്തിൽ രണ്ടും ധർമാംശമാകയാൽ. പ്രാണൻ വെടിഞ്ഞു വിതുരൻ പാരം ഖേദിച്ചു ധർമ്മജൻ. ആ ദേഹത്തെ ദഹിപ്പിക്കാൻ ഉദ്യമം ചെയ്തു തൽക്ഷണം. ധർമ്മജൻ കേൾക്കവേയുണ്ടായി തഥാവാ കശരീരിണി. വിരക്തനത്രേ ദാഹാർഹനല്ലിവൻ പോക ഭൂപതേ.
ഭ്രാതാക്കളോട് ഈ വാർത്ത കേട്ടു ഗംഗയിൽ പോയി കുളിച്ചുടൻ ചെന്നംബികാസുതൻ തന്നോടുണർത്തി കഥയൊക്കെയും ശ്രീ മഹാദേവി നമ. വിതുരൻ്റെ ജീവൻ ആ ശരീരം വിട്ടു പോയത് നേരെ ലയിച്ചത് യുധിഷ്ഠിരനില്ല. അപ്പോൾ വിതുരൻ്റെ ആ ദേഹം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അഗ്നിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതുപോലും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ്. വിരക്തനായതുകൊണ്ട് അത് പക്ഷിമൃഗാദികൾക്ക് ആഹാരമാക്കിയിട്ട് തീർക്കാൻ സങ്കല്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അഗ്നിയിൽ ഇടുക തന്നെ വേണം എന്ന് ശഠിക്കണ്ട. അതിൽ ഇത്രയേ ഉള്ളൂ, മറ്റൊരാൾക്കൊരു ഉപദ്രവം വരരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കാട്ടിലായതുകൊണ്ട് അത് വേഗം മറ്റാരെങ്കിലും ഭക്ഷിക്കുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ ആ വിഷയമില്ല. നമുക്കിപ്പോൾ അങ്ങനെ പറ്റിച്ചിട്ടല്ല, എങ്കിലും പറയാം. അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് അബദ്ധമില്ല എന്ന് സാരം. അതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആകെക്കൂടി സംശയമാണ്, ഇത് എങ്ങനെയാണ് വേണ്ട, അങ്ങനെ ആയാൽ എന്താ, അങ്ങനെ ആയാൽ എന്താ എന്നൊക്കെ തോന്നിയിട്ട് അനവധിയുണ്ട്. അതായത് ഈ ദേഹം മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ദഹിപ്പിക്കുക. അതിൻ്റെ കാരണം അത്രയേ ഉള്ളൂ, ഈ ദേഹത്തിൽ പിന്നീട് വരുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാവുന്ന രീതിയിലുള്ള പ്രാണികളുടെ പ്രവർത്തനമാണ്. അത് ദുർഗന്ധം തൊട്ട് ഓരോന്നായിട്ട് വരും. അണുക്കളായിട്ടും വ്യാധികളായിട്ടും പല രോഗങ്ങളെ പരത്താൻ ഉള്ള ആ രീതിയിലാണ് വരിക. അപ്പോൾ അതിനെ മുഴുവൻ എന്ത് ചെയ്യണം? ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുഗന്ധപൂരിതമാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഭസ്മവും മഞ്ഞളും ചന്ദനവും അതേപോലെ തുളസിച്ചെടി മുഴുവനായിട്ടും പിന്നെ ചില നെയ്യ് ഇങ്ങനെയുള്ളതൊക്കെ ചേർത്തുകൊണ്ടും ഈ ശരീരത്തെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ ദോഷങ്ങളെ മുഴുവൻ തീർക്കാൻ ഈ വസ്തുക്കൾക്ക് അതിനുള്ള കഴിവുണ്ട്. വന്നി അതേപോലെ ചില ദ്രവ്യങ്ങൾ മേത്തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെയുള്ളതൊക്കെ അത് മൃതസഞ്ജീവനിയാണെന്ന് പറയണം. ഏതായാലും അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടാണ് ഈ ദേഹത്തെ അഗ്നിയിലേക്ക് ഇടുന്നത്. അത് ബ്രാഹ്മണ കർമ്മമായിട്ടാണ് സാധാരണ ചെയ്യാറ്. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല, എന്നാലും പലരും ചെയ്യാറുണ്ട്. അപ്പോൾ അത് വേഗം തന്നെ ദഹിപ്പിക്കുക എന്നത്, ആ ശരീരത്തെ വേഗം തന്നെ നശിപ്പിക്കുക എന്നത് അത്യാവശ്യമാണ്. വെച്ച് താമസിപ്പിക്കരുത്. 3-4 ദിവസമൊക്കെ അങ്ങനെ വെച്ച് അതിൻ്റെ ആവശ്യമില്ല, അത് പാടില്ല. അപ്പോൾ അത് വളരെ വേഗം തന്നെ കത്തിക്കണം എന്നാണ്. അതുകൊണ്ടൊന്നും വരാനില്ല. ആ പ്രാണങ്ങളെ ഈ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കണം. അതാണ് ധനഞ്ജയൻ എന്നുള്ള പ്രാണൻ അവിടെ കിടക്കും. അപ്പോൾ അത് ഈ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കണം. എന്നിട്ട് ഈ നിത്യബലി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, ദശാഹം എന്നൊക്കെ പറയും, അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് ഈ പ്രാണനും ആ ജീവനും ഈ മനസ്സും കൂടിയിട്ട് ഒന്നായിട്ട് തീരും. എന്നിട്ട് ഈ 10 ദിവസത്തെ ചെയ്യുന്നതായിട്ടുള്ള ബലി പിണ്ടാദികളെ കൊണ്ട് അത് ഏകോദ്ദിഷ്ടമായിട്ട് ചെയ്തുകൊണ്ട് ആ ജീവന് മറ്റൊരു ശരീരത്തെ കിട്ടുവാനുള്ള പ്രാർത്ഥനയായിട്ടത് മാറും. അപ്പോൾ കർമ്മപ്രാരബ്ധമനുസരിച്ച് വേഗം തന്നെ മറ്റൊരു ശരീരത്തിലേക്ക് കയറും, ആ പ്രാരബ്ധം തീർക്കാനായിട്ട്. മറ്റൊരു ശരീരം കിട്ടാതെ കണ്ടിങ്ങനെ പ്രേതാവസ്ഥയിൽ പൈശാചികാവസ്ഥയിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പിതൃകർമ്മങ്ങൾ മുടക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രർ ഇപ്രകാരത്തിൽ വിതുരരുടെ ഇപ്രകാരത്തിൽ ശരീരം വിട്ടു പോയപ്പോൾ അവിടെ കർമാധികാരിയായിട്ട് യുധിഷ്ഠിരനാണ് ഉള്ളത്. അപ്പോൾ അത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അശരീരിയായിട്ട് പറഞ്ഞു, ഈ ശരീരത്തിന് അത് ബാധകമല്ല. കാരണം ആദ്യമേ തന്നെ അതാതിൻ്റെ മൂലത്തിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ആ പിണ്ടം മാത്രമാണ്. അത് ആഹരിച്ച് പൊയ്ക്കോളും. പക്ഷിമൃഗാദികൾ തിന്നിട്ട് അത് പൊയ്ക്കോളും. അങ്ങേക്ക് അതിന് ബാധ വരില്ല എന്ന് പറഞ്ഞു. കാരണം ഇനിയൊരു ശരീരത്തിൻ്റെ ആവശ്യമില്ല, ഔർധ്വദൈഹിക കർമ്മങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് മുക്തി നേടിയെന്നർത്ഥം. നമുക്കിപ്പോൾ സാധാരണക്കാർ മരിച്ചാൽ നമുക്കത് അറിയോ മുക്തി നേടില്ലെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് വളരെ വിശദമായിട്ടാണ് ഇവിടെ ഈ കാര്യത്തെ പറഞ്ഞതെന്ന് സാരം. ശ്രീ മഹാദേവി നമ. ധർമ്മജൻ കേൾക്കവേ ഉണ്ടായി തഥാവാ കശരീരിണി
വിരക്തനത്രേ ദാഹാർഹനല്ല ഇവൻ പോക ഭൂപതേ. ഭ്രാതാക്കളി വാർത്ത കേട്ടു ഗംഗയിൽ പോയി കുളിച്ചുടൻ ചെന്നംബികാസുതൻ തന്നോടുണർത്തി കഥയൊക്കെയും. ആശ്രമത്തിൽ തന്നെ വാണാർ നാട്ടാരോടൊത്തു പാണ്ഡവർ വന്നാരവിടെയാ വ്യാസദേവനും നാരദർഷിയും. മഹാന്മാർ മുനിമാർ മറ്റുമണഞ്ഞാർ ധർമ്മസൂനുവേ ശുഭദർശനനാം വ്യാസനോടപ്പോളോതി കുന്തിയും. കർണനൻ മകനാണെന്ന് പെറ്റനാൾ കണ്ടതാണിവൾ മനസ്സു നേറുന്നു കാട്ടിത്തന്നാലും വ്യാസമാമുനെ. സമർത്ഥനല്ലോ നീ വ്യാസ വാഞ്ചിതം നൽകമേ വിഭോ. ഗാന്ധാരി കണ്ടില്ല പോരിനായി പോയ ദുര്യോധനനെ ഞാൻ മുനെ. കാട്ടിത്തന്നാലും അനുജന്മാരൊത്ത് എൻ മകനെ ഭവാൻ. അപ്പോൾ വ്യാസൻ അവിടെ വന്നിട്ടുണ്ട്. ഗാന്ധാരി പറഞ്ഞു എൻ്റെ മക്കളെ എവിടെയാണ് ഇരിക്കണത് ഒന്ന് കാണിച്ചൊരു. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. സുഭദ്രയും പാഞ്ചാലിയും ഒക്കെ പറഞ്ഞു. ഇത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒന്നിച്ച് അനവധി ആൾക്കാർ മരിച്ചതല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ബന്ധുക്കൾ അവരെവിടേക്കാണ് പോയി എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. സുഭദ്ര മഹാവീരൻ പ്രാണനേക്കാൾ പ്രിയൻ എൻ അഭിമന്യുവേ കാണാൻ കൊതിപ്പു ഞാൻ കാട്ടിത്തന്നാലും മേ തപോധന. ഏവം വിധം ചൊന്നതൊക്കെ കേട്ടു സത്യവതി സുതൻ പ്രാണായാമം ചെയ്തു പിന്നെ ധ്യാനിച്ചാനാദിമായേ. സന്ധ്യാകാലമണഞ്ഞപ്പോൾ ഗംഗയാറ്റിൽ മുനീശ്വരൻ കൂട്ടിപ്പോയാൻ ധർമ്മപുത്രൻ മുമ്പായുള്ളോരെയൊക്കെയും. ആ പുണ്യനീരിൽ സ്നാനം ചെയ്തുടന ജഗദംബയെ മണിദ്വീപത്തിൽ വാഴുന്ന സഗുണാത്മിക ദേവിയെ വാഴ്ത്തിനാൻ വ്യാസമുനി നിർഗുണ ബ്രഹ്മരൂപയെ. വ്യാസൻ ഇത്രയും നേരം തേവാരാണ് ചെയ്തത്. ആ തേവാരം ചെയ്തതിന് ശേഷം ഈ മണിദ്വീപവാസിനിയായിട്ടുള്ള മഹാദേവിയെ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. എന്നിട്ട് ഈ പൂർവികരൊക്കെ എവിടേക്കാണ് പോയത്, മരിച്ചു പോയവരൊക്കെ അവിടെ എത്തി എന്നൊന്ന് കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ അതൊക്കെ കാണിച്ചു കൊടുത്തു. അതാണ് വ്യാസൻ സ്തുതിക്കുകയാണ്. ഓം അജൻഹരൻ ശ്രീഹരിധർമ്മരാജനും കുബേരനും പാശിയുമിന്ദ്രനഗ്നിയും ഇല്ലാതെയാകും പൊഴുതും ജയിപ്പു നീ ശിവേ നമിക്കുന്നു സദാപി നിന്നെ ഞാൻ. ജലം നഭസ്സം ധരവായുവും തദ്ഗുണങ്ങളും ബുദ്ധിയുമിന്ദ്രിയങ്ങളും ഇല്ലാതെയാം സൂര്യശശാങ്കരും നീ അന്നും ജയിപ്പു സതതം നമിപ്പു ഞാൻ. പ്രപഞ്ചം ഹൃദന്തത്തിലാക്കി ഗുണോപേതമാം ലിംഗകോശം സമാധിസ്ഥമാക്കി നയിക്കുന്നു നീ കൽപ്പകാലം സ്വതന്ത്രം മഹാജ്ഞാനവാനും ധരിപ്പീല നിന്നെ. മരിച്ചോരെ കാട്ടുവാനായി എന്നോടോതുന്നിതി ജനം അശക്തൻ ഞാൻ കാട്ടുകമ്മേ മരിച്ചോരേ ഇവർക്കു നീ. ഇപ്പോൾ എനിക്ക് ശക്തിയില്ല, സ്വതേ ശക്തി ഉണ്ട്, പക്ഷെ എന്നാലും അത് അവിടെ കാണിച്ചില്ല. വ്യാസൻ അങ്ങനെയാണ്. എന്നിട്ട് അമ്മയെ സ്തുതിച്ചു കാട്ടിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ കാണിച്ചു കൊടുത്തു. സൂതൻ ഏവം സംസ്തുതയായി മായാദേവിയാം ഭുവനേശ്വരി വിണ്ണിൽ നിന്നവരെ കൂട്ടി വന്നു കാട്ടേടിനാൾ തഥാ. തങ്ങൾക്കുള്ളോരെ ഈ വണ്ണം കണ്ടു മോദിച്ചു പാണ്ഡവർ. കുന്തി, ഗാന്ധാരി, വൈരാടി, സുഭദ്ര മുതലേവരും. വൈരാടി എന്ന് പറഞ്ഞാൽ പാഞ്ചാലി, വിരാടപുത്രി. മഹാമായാജാലമേവം കണ്ടു ദേവിയെ ഓർത്തുടൻ തിരിച്ചയച്ചാൻ അവരെ പിന്നെ തേജസ്വിയ മുനി. തിരിച്ചാർ പാണ്ഡവന്മാരും മുനിമാരും തഥാജ്ഞയാൽ സ്വപുരം പോയി. വ്യാസകഥ നീളവേ ചൊന്നു ഭൂപനും. പാണ്ഡവകഥ എന്ന 7-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാം സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഓം. 8-ാം അധ്യായം. സൂതൻ ഓം. 3-ാം ദിനത്തിൽ പിന്നീട് ധൃതരാഷ്ട്ര മഹീപതി ഭാര്യയോടും കുന്തിയോടും കാട്ടുതീയിങ്കൽ വെന്തുപോയി. ധൃതരാഷ്ട്രയും വിട്ട് സഞ്ജയൻ തീർത്ഥയാത്രയിൽ പോയതായി നാരദൻ ചൊന്നു കേട്ടു ഖേദിച്ചു ധർമ്മജൻ. കൗരവന്മാർ നശിച്ചിട്ടും 36 ആണ്ടു തീരവേ മുടിഞ്ഞു വിപ്രശാപത്താൽ പ്രഭാസത്തിൽ യദുക്കളും. ശ്രീ മഹാദേവി നമ. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് 36 കൊല്ലാണ് യാദവര് ഉണ്ടായിട്ടുള്ളൂ. 18 കൊല്ലാണ് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഈ യുധിഷ്ഠിരൻ്റെ കൂടെ താമസിച്ചത്. രാമനും കൃഷ്ണനും കണ്ടു നിൽക്കേ തമ്മിലടിച്ചുടൻ മരിച്ചാരം മഹാത്മാക്കൾ മദ്യത്താൽ മതമത്തരായി. ശാപം പാലിക്കുവാൻ ദേഹം ത്യജിച്ചാൻ രാമൻ അവിധം. താമരക്കണ്ണനാം കണ്ണൻ വ്യാധബാണത്തിനാലുമേ. ജര വന്നിട്ട് കൃഷ്ണൻ്റെ കാലിൽ അമ്പ ചെയ്തു. അങ്ങനെയാണ് ബാലിയായ ആ ജര വേടനായിട്ട് വന്നിട്ട് കൃഷ്ണൻ്റെ കാലിൽ അമ്പ ചെയ്തു. അങ്ങനെയാണ്. ശ്രീ മഹാദേവി നമ. കൃഷ്ണന്റെ ദേഹസന്ധ്യാഗം കേട്ടുടൻ വസുദേവരും ശുദ്ധ പ്രാണങ്ങൾ കൈവിട്ടാൻ ശ്രീദേവി ധ്യാനനിഷ്ഠനായി
പ്രഭാസത്തിൽ ചെന്നു പിന്നെ തീവ്ര ദുഃഖത്തോട് അർജുനൻ യഥായോഗ്യം ചെയ്തു തത്ര സംസ്കാരം അഖിലർക്കുമായി. ശ്രീകൃഷ്ണദേഹം ഈക്ഷിച്ചു ചിതയെ സഞ്ചയിച്ചുടൻ ദഹിപ്പിച്ചാൻ 8 പത്നിമാരുമൊത്ത് ധനഞ്ജയൻ. രാമനെയും രേവതിയൊത്ത് അഗ്നിയിൽ സംസ്കരിച്ചുടൻ പാർത്ഥൻ ദ്വാരകയിൽ ചെന്നു പുറത്താക്കി ജനങ്ങളെ. പെട്ടെന്നു കടലിൽ താണു വാസുദേവന്റെ പുരം. നാട്ടാരെയൊക്കെയും കൂട്ടി നടന്നാൻ സവ്യസാചിയും. കാട്ടാളന്മാർ കൊള്ള ചെയ്താർ ഹരിപത്നികളെ ബലാൽ. വഴിയിൽ ധനവും കൊണ്ടുപോയാർ പാർത്ഥൻ അവീര്യനായി. അപാര തേജസ്സാം പാർത്ഥൻ ഇന്ദ്രപ്രസ്ഥം ഗമിച്ചുടൻ അനിരുദ്ധസുതൻ വജ്രൻ തന്നെ വാഴിച്ചു ഭൂപനായി. നിജ ദുഃഖം വ്യാസനോട് ചെന്നുണർത്തി മഹാരഥൻ. ചൊന്നാൻ വ്യാസൻ വീണ്ടും അങ്ങും ഹരിയും ജനിയാർനിരം. വീണ്ടും അങ്ങേക്കായുഗത്തിൽ ഉണ്ടാം അത്യുഗ്രമാമ്പലം ശ്രീ മഹാദേവി നമാം. അതു കേട്ടുടനാ ഹസ്തിപുരിയിൽ ചെന്നു ഫൽഗുനൻ ദുഃഖിച്ചു ധർമ്മജന്മാവോടോതി വൃത്താന്തമൊക്കെയും. കൃഷ്ണൻ തൻ ദേഹ സന്ധ്യാഗം കേട്ടു യാദവനാശവും ഹിമാലയം ഗമിക്കാനായി ഉറച്ചാൻ ധർമ്മഭൂപതി. 36 വയസ്സായോരുത്തരാസുതനെ തഥാ വാഴിച്ചു പോയാൻ കാട്ടിങ്കൽ ദ്രൗപദി ഭ്രാതൃയുക്തനായി. 36 ആണ്ടു താനെ വന്നടുവാണിട്ടു ധർമ്മജൻ. ഹിമാദ്രിയിൽ പോയി പ്രാണങ്ങൾ കൈവിട്ടാൻ 6 പേരുമായി. രാജർഷിയാം പരീക്ഷിത്താകട്ടെ രാജ്യം സുധാർമികം പാലിച്ചുത്സാഹിയായി വാണാൻ 6 ആണ്ടു ഭൂപനായി. വേട്ടയ്ക്കായൊരു നാൾ ഘോര കാന്താരം പൂകിയ നൃപൻ അമ്പേറ്റ മാനിനെ തേടി മധ്യാഹ്നത്തിൽ ചരിക്കവേ പശിയും ദാഹവും കൊണ്ട് പാരൻ ക്ഷീണിതനായി ഭൃശം ചൂടാൽ വേവുന്നോരളവിൽ കണ്ടാനൊരു മുനീന്ദ്രനെ. ധ്യാനസ്ഥനായി ചാരവേ താൻ ചോദിച്ചാൻ ജലമാതുരൻ. ഒന്നും മിണ്ടാതിരിക്കുന്ന മുനിയെ കണ്ടുരുഷ്ടനായി വില്യൻ തുമ്പിൽ ചത്ത സർപ്പം ഒന്നിനെ തോണ്ടി വന്നുടൻ. ചാർത്തിനാൻ മുനികണ്ഠത്തിൽ ദാഹത്താൽ കലിയേറവേ. കഴുത്തിൽ പാമ്പു വീണിട്ടും മിണ്ടിയില്ല മുനീശ്വരൻ. സമാധിയാൽ ചലിച്ചില്ല നൃപനോ പോയി ഗൃഹത്തിലും. തൽപുത്രൻ അതിതേജസ്വി ഗവിജാതനിധി ശ്രുതൻ. മഹാശക്തൻ അവൻ കാട്ടിൽ കളിച്ചും കൊണ്ടിരിക്കവേ മിത്രങ്ങൾ അവനോടോതി നിന്നച്ഛൻ്റെ കഴുത്തിലായി. ആരോ മുനെ തൂക്കിയിട്ടിട്ടുണ്ട് ചത്തൊരു പാമ്പിനെ. ഈ വാർത്ത കേട്ടു വല്ലാത്തൊരരിശം പൂണ്ടു താപസൻ ശപിച്ചാൻ വിദ്രുതം വെള്ളം കയ്യിലേന്തി നൃപാലനെ. ചത്ത പാമ്പിനെ ആര് എൻ്റെ പിതൃകണ്ഠത്തിലിട്ടുവോ ആ പാപിയെ കടിക്കട്ടെ 7 നാൾ കൊണ്ടു തക്ഷകൻ. മുനിശിഷ്യന്മാരിലൊരാൾ കൊട്ടാരത്തിൽ നൃപേന്ദ്രനെ കണ്ടുണർത്തിച്ചു മുനിപുത്രന്റെ ഈ ശാപവാർത്തയെ. മുനീന്ദ്രൻ തൻ ശാപമേവം കേട്ടപോതുത്തരാസുതൻ അനിവാര്യമതെന്നോർത്തു മന്ത്രി വൃദ്ധരോടോതിനാൻ. എൻ കർമ്മം താൻ വിപ്രരൂപം പൂണ്ട് ഇമ്മട്ടിൽ ശപിച്ചതം അമാത്യരെ ചെയ്വതെന്ത് ഇങ്ങുപായം ചിന്ത ചെയ്യുവൻ. തടുക്കാവൊന്നല്ല മൃത്യു ഇത് വേദാനുശാസനം. ശാസ്ത്രമോതും വിധം യത്നം എന്നാലും ചെയ്യണം ബുധർ. ഉപായവാദം ചെയ്യുന്നു ബുദ്ധിശാലികളാം ചിലർ. ബുദ്ധിയാൽ സിദ്ധമാം കാര്യം അതില്ലാത്തോർക്കസാധ്യവും. അചിന്യം മണിമന്ത്രം ഔഷധങ്ങൾക്കുള്ളൊരു വൈഭവം. മണിയുള്ള സാധകന്മാർക്ക് ആവാതെന്തുള്ളു മന്യതിൽ. സർപ്പം കടിച്ചു ചത്തുള്ളൊരപ്സരസാം സ്വഭാര്യയെ പണ്ടർത്ഥായുസ് നൽകി ഉജ്ജീവിപ്പിച്ചു പോൽ മുനി. വരാനുള്ളൊന്നെന്നു ചൊല്ലി അടങ്ങാ ബുദ്ധിയുള്ളവർ പ്രത്യക്ഷമിഹ ദൃഷ്ടാന്തം കണ്ടാലും മുനിമുഖ്യരെ. ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചു നിരപേക്ഷനായി. മഞ്ഞിലോ വിണ്ണിലോ ദേഹമുള്ളോൻ ജീവിച്ചു കണ്ടിതോ. ഭിക്ഷാർത്ഥം സഞ്ചരിക്കുന്നു വിരക്തൻ സന്യസിക്കലും. ഗൃഹസ്ഥൻ തൻ ഗൃഹം തോറും ക്ഷണിച്ചോ മറ്റു മട്ടിലോ. എതിരച്ഛയാ കിട്ടിയതോ ഭുജിപ്പൂ വായിലിട്ടതോ. വിനയന്യേ വായിൽ നിന്നും കുക്ഷിയിങ്കലിറങ്ങുമോ പ്രയത്നം വേണമെന്നിട്ടും ഫലമില്ലെന്നു കാണുകിൽ. ഇതത്രേ വിധി എന്നപ്പോൾ മാത്രം വിദ്വാൻ ധരിക്കണം മന്ത്രിമാർ. അർത്ഥായുസാൽ പ്രിയയെ ജീവിപ്പിച്ചവൻ ഏത് ഋഷി. മരിച്ചതെവിധം അവൻ ചൊൽക രാജൻ സവിസ്തരം. രാജാവ് പുലോമ എന്ന ഭൃഗുവിൻ ഭാര്യയാം സുന്ദരാംഗിയിൽ ഉണ്ടായി ച്യവനൻ എന്നേറ്റം പേരുകേട്ടോരു ഋഷീശ്വരൻ. ച്യവനൻ വേട്ടു ശര്യാതിസുതയായ സുകന്യയെ. അവൾക്കുണ്ടായി പ്രമതി എന്നൊരു പുത്രൻ പ്രസിദ്ധനായി. പ്രതാപി എന്ന വിഖ്യാതയത്രേ തൽ പ്രിയപത്നിയാൾ
അവൾക്ക് മകനുണ്ടായി രുരുവെന്നൊരു താപസൻ. അതേ കാലത്തു താൻ സ്ഥൂലകേശൻ എന്നൊരു ഋഷീശ്വരൻ ധർമാത്മാവായി വാണിരുന്നു സത്യവാൻ ലോകവിശ്രുതൻ. ആ ഇടയ്ക്കൊരു നാൾ അപ്സരസ മാനിനി മേനക ക്രീഡിച്ചു വാണാളാറ്റിൻ തീരത്ത് മൂലോകസുന്ദരി. വിശ്വാവസുവിൽ നിന്നാശു ഗർഭം പൂണ്ടാവരാങ്കന സ്ഥൂലകേശാശ്രമത്തിൽ പോയി പെറ്റുപേക്ഷിച്ചു കുഞ്ഞിനെ. അനാഥയായി നദീ തീരത്തേവം ആ ചാരുകന്യയെ കണ്ട് കൈക്കൊണ്ടുടൻ സ്ഥൂലകേശനം മുനിസത്തമൻ പോറ്റി പ്രമദ്വരായിതി നൽകി കുഞ്ഞിനു നാമവും പ്രാപിച്ചു യൗവനം തക്ക കാലത്ത ലക്ഷണാന്യുത. രുരു ആ ബാലയെ കണ്ടു കാമബാണാർത്ഥനായി ഭൃശം സ്വർഗാരോഹണം എന്ന 8-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയെ നമ. ഇവിടെ ഒരു 30 കൊല്ലത്തോളം പരീക്ഷിത്ത് ഭരിച്ചു. 36 കൊല്ലം യുധിഷ്ഠിരൻ ഭരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിനുശേഷം ശാപം കിട്ടി. ഇനി എന്തു വേണ്ടു എന്നുള്ളൊരവസ്ഥയിൽ വന്നു. അങ്ങനെയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ചെയ്തു. ആ പല മാർഗങ്ങളും ചെയ്യണതിൻ്റെ കൂട്ടത്തിലാണ് ഈ പരീക്ഷിത് രാജാവ് പറഞ്ഞത്, പണ്ടിങ്ങനെ രുരുവിൻ്റെ ഒരു കല്യാണ സമയത്ത് പത്നിക്ക് ഇങ്ങനൊരു പാമ്പ് കടിക്കലും മരിക്കലും ഒക്കെ ഉണ്ടായപ്പോൾ അന്ന് പല മാർഗങ്ങളും സ്വീകരിച്ചുവല്ലോ, അതുപോലെ എനിക്കും പറ്റില്ലേ, പകുതി ആയുസ് കൊടുക്കുക, അങ്ങനെയുള്ള ചില ഏർപ്പാടൊക്കെ ഉണ്ടായി. എന്ന കൂട്ടത്തിൽ എനിക്കും ഇതേപോലെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് മാർഗത്താലും വേണ്ടില്ല. അങ്ങനെയാണ് സ്വർഗത്തിലൊക്കെ കടലിൻ്റെ ഈ ഗംഗയുടെ നടുക്കിലൊരു കൊട്ടാരമൊക്കെ കെട്ടിയിട്ട് കാവലൊക്കെ ആക്കിയിട്ട് അത് ചെയ്തത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാരായണം ചെയ്യുന്നത്. നമുക്ക് അടുത്തതിൽ പാരായണം ചെയ്യാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ശ്രീ